റോയിച്ചായ ശശി തരൂരിനോട് മോദി സ്തുതി വേണ്ട എന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധി എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ അതിന് ഒരു പരിഗണന പോലും കൊടുക്കാതെ ശശി തരൂർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഇതൊരു അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അത് സഹിക്കുമെന്നും തോന്നുന്നില്ല. ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്, ശശി തരൂരിന് ഈ പാർട്ടിയിൽ ശശി തരൂർ ഏതോ തസ്തിക ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം വെച്ച തസ്തിക കിട്ടുന്നതിന് വേണ്ടിയുള്ള കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ കാണണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ശശി തരൂർ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി പരമാവധി കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിച്ചും പള്ളു പറഞ്ഞും പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കാം. ഒരു പക്ഷെങ്കിൽ അതായിരിക്കാം ശശി തരൂരിന് അവർ കൊടുത്തിരിക്കുന്ന ഓഫർ. നിങ്ങൾ പരമാവധി കോൺഗ്രസിനെ അപമാനിച്ച് വന്നാൽ എടുക്കാം എന്നുള്ളതായിരിക്കാം ഒരു അജണ്ട. അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ്. പക്ഷേ ശശി തരൂർ അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് വളർന്നു വരാത്ത, അങ്ങനെ പടിപടിയായി വരാത്ത ഒരാൾക്ക് പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് ഒരു കൂറും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അതാണ് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കെട്ടിയിറക്കുന്നവർ, നൂലെ കെട്ടിയിറക്കുന്നവരുടെ എല്ലാം അവർ കരുതുന്ന അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെയോ അല്ലെങ്കിൽ അവരുടെ മത സാമുദായിക സംഘടനകളുടെ പിന്തുണയോ ഒക്കെ ആശ്രയിച്ചായിരിക്കാം ഞങ്ങളെ ഇതിനകത്തേക്ക് വെച്ചത്. അപ്പോൾ ഒരിക്കൽ പോലും ഈ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കാനോ ഈ പാർട്ടിയോട് നന്ദി കാണിക്കാനോ ഇവർ തയ്യാറാവത്തില്ല. അപ്പോൾ ഈ ശശി തരൂരിൻ്റെ കാര്യത്തിൽ അതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത്. ഈ UN ജോലി ഉണ്ടായിരുന്ന ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ശശി തരൂരിൻ്റെ ഗ്ലാമർ, ശശി തരൂരിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇതൊക്കെ കണ്ടിട്ടാണ് കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. 3 തവണ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരു തോന്നൽ വന്നു കാണും, ഞാൻ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഞാൻ വിശ്വപൗരനാണ്, എഴുത്തുകാരനാണ്. അതൊക്കെ ശരി തന്നെയാണ്, അതിലൊന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവന്നത് ഈ പറയുന്നവരാരുമല്ല. അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും അവരുടെ ചെരുപ്പ് തേഞ്ഞിട്ടാണ് ശശി തരൂർ ഈ 3 തവണയും പാർലമെൻറ്റിലെത്തി. അല്ലാതെ ശശി തരൂരിൻ്റെ ഗ്ലാമറോ ശശി തരൂരിൻ്റെ ലോകോത്തര നിലവാരമുള്ള പ്രസംഗമോ ഒന്നുമല്ല. അതൊക്കെ രണ്ടാമത്തെ ഘടകം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ വീടുകളിൽ കയറി ആൾക്കാരെ കണ്ട് കാല് പിടിച്ച് വോട്ട് ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശശി തരൂരിൻ്റെ വിശ്വപൗരത്വവും ശശി തരൂരിൻ്റെ ഈ മോദി സ്തുതിയെല്ലാം. അത് ശശി തരൂരാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലായി നമ്മൾ ഇതേ സമാനമായൊരു ഒരു അനുഭവം പറയാനുള്ളത്, ആലപ്പുഴയിൽ പഴയ MLA ആയിരുന്ന ഡോക്ടർ KS മനോജ്, അദ്ദേഹത്തിനും ഇത് തന്നെയായിരുന്നു. CPMൻ്റെ കെയർ ഓഫിൽ ആലപ്പുഴ MP ആയിരുന്നു. ഒരു തവണ പാർലമെൻറ്റിൽ പോയി ഏതാണ്ട് അവിടുത്തെ ചിട്ടവട്ടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി കാണും അദ്ദേഹമാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ കണ്ടിട്ടാണ് CPM അദ്ദേഹത്തെ MP ആക്കിയതെന്നൊക്കെ ഒരു ധാരണ വന്നുപോയി. അങ്ങനെ അധികം നാൾ അത് നിന്നില്ല, പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലാണ് പല ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന പലരുടെയും കാരണം കോൺഗ്രസ് ആദ്യകാലത്ത് കുറേ സിനിമാ താരങ്ങളെ ഇതേപോലെ കൊണ്ടുവന്നു. ഗോവിന്ദ, അതുപോലെ അമിതാഭ് ബച്ചൻ, നിരവധി രാഷ്ട്രീയക്കാരല്ലാത്ത ഇതുപോലെ സെലിബ്രിറ്റി ആയിട്ടുള്ളവരെ കൊണ്ടുവന്നത്. അവരൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയെ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് പോവുകയായിരുന്നു. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പിന്തുണ. അപ്പോൾ ഇത്തവണ ശശി തരൂർ പുതിയ നമ്പറാണ് ഇറക്കിയിരിക്കുന്നത്. മോദിയുടെ വീണ്ടും വിദേശ നയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മോദി യുക്രൈൻ യുദ്ധകാലത്ത് 2 പേർക്കും, അതായത് യുക്രൈനും റഷ്യയ്ക്കും സ്വീകാര്യനായ ഡിപ്ലോമസിയാണ് മോദി കണ്ടുപിടിച്ചത്. മോദിയുടെ നയം അത് ശരിയായിരുന്നു, ഞാൻ അങ്ങനെ അതിനെതിരെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ ഒരു റൈസീന ഡയലോഗ് എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം, ഈ ഒരു മാസം മുമ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും ഒക്കെ വിളിച്ചു ചേർത്ത് കേരളത്തിലെ MP-മാരുടെ വിളിച്ചു ചേർത്തിട്ട് പാർട്ടി നയത്തിനെതിരായിട്ട് ആരും സംസാരിക്കരുതെന്നും മോദിയെ സ്തുതിക്കുന്നതും മോദിയെ വാഴ്ത്തിപ്പാടുന്നതും പാർട്ടിയുടെ നയങ്ങൾക്കെതിരാണെന്നും ഒക്കെ തന്നെ. കാരണം പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന സമയത്ത് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരായ, അല്ലെങ്കിൽ എന്താണ് ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ ഈ പാർട്ടിയുടെ സ്ഥാനം രാജിവെച്ച് പുറത്തു പോയിട്ട് കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരായിട്ടും ഇതേപോലെ തന്നെ സംസാരിക്കും. മോദിയെ സ്തുതിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. അതിനുള്ള ധൈര്യം ഉണ്ടാവും. അപ്പം അതാണ് ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്ദികേടെന്ന് പറയുന്നത്. അതാണ് തല മറന്നെണ്ണ തയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അദ്ദേഹം MP ആയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ്, അല്ലാതെ BJP വോട്ട് ചെയ്തിട്ടോ മോദി വന്ന് ഇവിടെ ക്യാമ്പയിൻ നടത്തിയിട്ടോ അല്ലല്ലോ അദ്ദേഹം MP ആയത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ദേശീയ തലത്തിലുള്ള AICC ഒക്കെ മെനക്കെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒക്കെ തന്നെയാണ് അദ്ദേഹം MP ആയത്. അപ്പോൾ അത്
ഒരു എന്താ പറയുക, ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാൻ അദ്ദേഹം ഈ സ്തുതി പാടുന്ന പിന്നെ ബി ജെ പിയിലെ ഏതെങ്കിലും ഒരു നേതാവ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ലാലു പ്രസാദിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ യു പിയിലെ പിന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിനെയോ മമതാ ബാനർജിയോ ഒക്കെ സ്തുതിച്ചുകൊണ്ട് വല്ലതും പറയുന്നുണ്ടോ? അവരാരും ഒന്നും പറയുന്നില്ലല്ലോ. അവരുടെയൊക്കെ സർക്കാരുകളുടെയും അവരുടെയൊക്കെ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ ഒരുപാട് നിലപാടുകളോട് ഒരുപാട് പാർട്ടിക്കാർ യോജിക്കുന്നുണ്ട്. പറയുന്നുണ്ടോ? ആരും പറയുന്നില്ലല്ലോ. അദ്ദേഹം അപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനമാണ് ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരായിട്ടാണെന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭാരതീയൻ എന്നുള്ള നിലയിലും ഭാരതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഭാരതത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പിന്നെ രോമാഞ്ചം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. പറയുന്നതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല, പറയുന്നതിനകത്തൊന്നും ഒരു സത്യസന്ധതയില്ല. അപ്പോൾ അത്തരത്തിലാണ് ശശി തരൂർ ആ വിഷയങ്ങളെ കാണുന്നത്. സ്വന്തം കാര്യം ചിന്താവുക എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പം അതിനോട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ്സുകാർക്കോ സാധാരണ ജനങ്ങൾക്കോ ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരെന്നുള്ള നിലയിലോ നമുക്കാർക്കും യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് 38 ദിവസമായിട്ട് ഈ ആശാ വർക്കർമാർ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള പാവപ്പെട്ടവരായ സ്ത്രീകളാണ് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സമരം നടത്തുന്നത്. ഇതിനകത്തെ ഈ സമരം കിടക്കുന്നവർ ഒരു നല്ലൊരു പങ്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരാവാം, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ സമരം നടക്കുന്നത്. കേരളത്തിൻ്റെ സമൂഹത്തിലുള്ള എല്ലാ തുറയിലുള്ള ആൾക്കാരും ഇതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യും. BJPയുടെ കേന്ദ്രമന്ത്രി എന്നിട്ട് പോലും ശശി തരൂർ എവിടെയാണ്? വഴിപാട് പോലെ ഒരു ദിവസം വന്നിട്ട് ഈ വഴി പോയി, വഴിപാട് പോലെ ഒരു പ്രസ്താവന ലോക്സഭയിൽ നടത്തി. അതാണോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഈ മണ്ഡലത്തിൽ നടക്കുന്ന ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം നിൽക്കാൻ നിശ്ചയമായും ബാധ്യതയുള്ള ഒരാളാണ്. അത് ചെയ്യാതെ ആയിട്ടാണ് ഇത്തരം ഡയലോഗുകൾ മോദി സ്തുതിയുമായിട്ട് നടക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇനി അദ്ദേഹം മത്സരിക്കുന്നില്ലാവാം, അല്ലെങ്കിൽ വളരെ ബോധപൂർവം കോൺഗ്രസിൻ്റെ നിലപാടുകളെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിർദ്ദേശങ്ങളെ ലംഘിക്കാനുള്ള പുറപ്പാടായിരിക്കാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യം, അദ്ദേഹത്തിന് അത് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളാക്കിയ ഈ പാർട്ടിയോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പറഞ്ഞത്. അതായത് പാർട്ടി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനകത്ത് ശശി തരൂരിന് മാത്രം എക്സംഷൻസ് ഒന്നുമില്ല. ശശി തരൂരാണ് ആ കാര്യത്തിൽ അതൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. കോൺഗ്രസ് ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത് ഇതുവരെയും പറഞ്ഞു കേട്ടില്ല. പിന്നെ രക്തസാക്ഷി പരിവേഷത്തിൽ ആവാം അദ്ദേഹം ശ്രമിക്കുന്നത്, അതായിരിക്കാം BJP കൊടുത്തിരിക്കുന്ന അജണ്ട എന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കെട്ടിയേൽപ്പിച്ച ഗ്ലാമർ അത് ഇനിയെങ്കിലും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ ഒരു 50% കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൊടുത്ത ഗ്ലാമറാണ്, അല്ലെങ്കിൽ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസാണ്. ഈ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയാൽ അവിടെ തന്നെ പരിഗണിക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടക്കുകയാണെങ്കിൽ അവിടെ തന്നെ പരിഗണിക്കണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി ഇരിക്കണമെങ്കിൽ അവിടെ പരിഗണിക്കണം. ഇത്രയൊക്കെ പരിഗണന അർഹിക്കുന്നുണ്ടോ ശശി തരൂർ? അല്ല, അതാണ് PJ കുര്യൻ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയത്. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ശശി തരൂരിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടും ശശി തരൂർ നല്ലതായിട്ട് ഇംഗ്ലീഷ് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതാവരുത് ശശി തരൂരിൻ്റെ നേതാവ് എന്നുള്ള നിലയിലുള്ള ശശി തരൂരിൻ്റെ മാനദണ്ഡം. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമായുണ്ടായിരുന്ന K. കാമരാജ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു കാമരാജ്. ഇപ്പോഴും കാമരാജിൻ്റെ പേര് കേൾക്കുമ്പോൾ സാധാരണ തമിഴന്മാർക്ക് വലിയ ആവേശമുള്ളതാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ളതും കാമരാജിൻ്റെ പ്രതിമകളാണ്. അപ്പോൾ അതാണ് ഒരു നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ കാമരാജ് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന് പകരം എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ എഴുത്ത്, എനിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്ന അതിനോടാണ് പലരും വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. BJ കുര്യൻ്റെ ആ ലേഖനത്തിനകത്ത് BJ കുര്യൻ വളരെ വൃത്തിയായിട്ട് തന്നെ ശശി തരൂരിൻ്റെ നിലപാടുകളെ പൂർണ്ണമായി ഖണ്ഡിച്ചുകൊണ്ടാണ് പലതും പറഞ്ഞത്. അതായത് ജനമനസ്സുകളിൽ ജീവിക്കാതെ നിങ്ങൾക്കൊരു നേതാവാകാൻ കഴിയില്ല. അതിനുവേണ്ടി സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നതും ശരിയല്ല. ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം വിദേശയാത്ര നടത്തിയും ഡൽഹിയിൽ പോയി ക്യാമ്പ് അടിച്ച് നിന്നിട്ടും
കാര്യമില്ല. ബാക്കിയെല്ലാം ഈ പാർട്ടി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ 3 തവണയും ജയിക്കാൻ കഴിഞ്ഞത്. അത് അദ്ദേഹം ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. എനിക്ക് പാർട്ടിക്ക് പുറത്ത് ഒരുപാട് സ്വീകാര്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരുപാട് സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കേരളത്തിലെ ഏതാണ്ട് 10ഓളം പേര് 1 ലക്ഷം വോട്ടിന് ജയിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയത് വോട്ടിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ജന പിന്തുണയെക്കുറിച്ചൊന്നും അദ്ദേഹം അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് എല്ലാ സ്ഥാനങ്ങളും എനിക്ക് വേണം, ഞാൻ ഇതിനെല്ലാം അർഹനാണ്, വേറെ ആരും അതിന് അർഹരല്ല. ഈ രാപ്പകലോളം പകലന്തിയോളം ഇവരെല്ലാം വെള്ളം കോരിയിട്ട് നൂലെ കെട്ടി വന്നിറങ്ങി ഈ സ്ഥാനങ്ങൾ വാങ്ങാനായിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് തോന്നുന്നു. അത് ശരാശരി കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ആ മോഹം ഉണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുമെന്നും കോൺഗ്രസ് നേതൃത്വം സാധാരണ കോൺഗ്രസ്സുകാർ അതിനെ തയ്യാറാകുമെന്നും തോന്നുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു ഈ ഏരിയയിലെങ്ങും കാണാനില്ലല്ലോ. ഈ 15 വർഷം അദ്ദേഹത്തിൻ്റെ ഈ MP എന്നുള്ള നിലയിൽ ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എടുത്തു പറയാൻ എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു വികസനം കൊണ്ടതായിട്ട് അദ്ദേഹത്തിന് തല ഉയർത്തി പറയാൻ പറ്റുന്നുണ്ടോ? സംഘടനയ്ക്കൊന്നുമില്ല. 10 വർഷമായിട്ട് ആകെ ഒരു MLA ആണുള്ളത് കോവളത്ത്. അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നാമമാത്രമായി 8 പേരുണ്ട്. അതാണ് സംഘടനയ്ക്ക്. ഈ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന സമരങ്ങളുടെ മുഖത്തോ അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളിലോ ഒന്നും ഈ വിശ്വപൗരനെ ഇവിടെങ്ങും ആരും കാണാറില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വപൗരത്വമായിട്ട് ലോകം മുഴുവൻ ചുറ്റിയടിക്കുകയാണ്. അപ്പോൾ അത് ആ പറയുന്നതിനകത്തൊന്നും ഒരു ന്യായമില്ല. പിന്നെ ഈ പുട്ടിൻ്റെ കൂടെ പീര അടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മോദി സ്തുതി നടത്തുക, പിണറായി വിജയനെ സ്തുതിക്കുക, ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഒരു നയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാക്കാം. അതുണ്ടാകുന്നില്ല. ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ സമയത്താണ് മോദി സ്തുതി. ഈ കോൺഗ്രസ്സുകാർ എങ്ങനെ പോയി അവിടെ പോയി വോട്ട് പിടിക്കും? നിങ്ങളുടെ നേതാവ് തന്നെ പറയുന്നു മോദി എന്നുള്ള പ്രധാനമന്ത്രി വളരെ മെച്ചപ്പെട്ട കാര്യങ്ങളാണ് വിദേശകാര്യത്തിൻ്റെ കാര്യത്തിലും ആഭ്യന്തര കാര്യത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ മോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് പോയി കോൺഗ്രസ്സുകാർക്ക് പോയി വോട്ട് പിടിക്കാൻ പറ്റൂ. അപ്പോൾ ആ സാധ്യതകളെല്ലാം തന്നെ അടക്കിയാണ്. അപ്പോൾ അതാണ് ഗുണത്തേക്കാളേറെ ദോഷമാണ് ശശി തരൂരിൻ്റെ ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരാണ് അതിനകത്തൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. അപ്പോൾ ഈ വിശ്വപൗരത്വം അതിനെ സഹിച്ചുകൊണ്ട് നിൽക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെയാണ് അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്. അതുണ്ടാകുമെന്നാണ് കരുതുന്നത്.